നമസ്കാരം സുഹൃത്തുക്കളെ. 10th മീൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 44ന്റെ പരീക്ഷയാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചു കാണുമല്ലോ. ഇന്നത്തെ ടോപ്പിക് ആയിരുന്നു. പരീക്ഷ എഴുതി നോക്കാം. പരീക്ഷ മസ്റ്റ് ആയിട്ടും എഴുതണം. ഇപ്പൊ ആർക്കും ക്ലാസ്സും പരീക്ഷയൊന്നും അറ്റൻഡ് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ തുടങ്ങി വെച്ച കാര്യം അത് പൂർണ്ണതയിൽ ഞാൻ കൊണ്ടെത്തിക്കും. കൂടെ വരുന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഒരാളാണെങ്കിൽ കൂടി നമ്മളത് ഫിനിഷ് ചെയ്യും. ഓക്കെ, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവർ എന്നും കൂടെ പോകുന്നുള്ളൂ. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും റിസൾട്ട് ഉണ്ടായിരിക്കും. അത് 101% ഷുവർ ആണ്. അപ്പോൾ എന്തായാലും എക്സാമിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കണേ. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് ഡേ 44 എക്സാം. ആദ്യത്തെ ചോദ്യം. ആന്റിജനുകൾ ഇല്ലാത്ത ഒരു രക്തഗ്രൂപ്പ് ചില സന്ദർഭങ്ങളിൽ രക്തനിവേശനത്തിനായി ഉപയോഗിക്കാറുണ്ട്. രക്തഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടെത്തുക. O പോസിറ്റീവ്, O നെഗറ്റീവ്, AB പോസിറ്റീവ്, AB നെഗറ്റീവ്. ഉത്തരം എഴുതിക്കോളൂ. രണ്ട്. കാലോസ് എന്ന രാസഘടകവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ആദ്യത്തേത്, കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കളെ തടയുന്നു. 2. കോശഭിത്തിക്ക് ദൃഢത നൽകുന്നു. 3. ഇലകളുടെ ഉപരിതലത്തിൽ രോഗാണുക്കളെ പ്രതിരോധിക്കുന്നു. 4. ഇവയൊന്നും അല്ല. 3. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരീരത്തിലെ പ്രത്യേക പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തുക. ആന്റിജനുകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു. എല്ലാ രോഗകാരികളെയും വിഷവസ്തുക്കളെയും പ്രതിരോധിക്കുന്നു. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതുക. 4. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണെന്ന് കണ്ടെത്തുക. ഉരുളയ്ക്ക് ഉപ്പേരി, മീൻ തൊട്ടുകൂട്ടുക, ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി, മിന്നുന്നതെല്ലാം പൊന്നല്ല. 5. കാനന ചന്ദ്രിക എന്ന ശൈലിയുടെ ആശയം വനത്തിനുള്ളിലെ വെളിച്ചം, ഉപയോഗശൂന്യമായത്, സൗന്ദര്യമുള്ളത്, ഉപയോഗം ഉള്ളത്. 6. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി എന്ത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്? സന്തോഷിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, അപമാനിക്കുക, പ്രകീർത്തിക്കുക. 7. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഏത്? അവസാനിക്കുക, തുടങ്ങുക, കൂലി കൊടുക്കുക, പണത്തിന് പാടുക. 8. താഴെ പറയുന്ന പഴഞ്ചൊല്ലിന്റെ സാരസ്യം എന്ത്? മുറിവൈദ്യൻ ആളെ കൊല്ലും, അല്പജ്ഞാനം ആപത്താണ്, വൈദ്യൻ നിസ്സാരനാണ്, പരിശീലനം നേടിയില്ലെങ്കിൽ പരാജയം അടയും, വൈദ്യശാസ്ത്രം ഗഹനമാണ്. 9. ബാഹ്യ അലങ്കാരത്തിന്റെ ആവശ്യകത ധ്വനിപ്പിക്കുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തുക. കുയിലിന് സൗന്ദര്യം സ്വരം, പല്ലൊത്താൽ പകുതിയൊത്തു, സ്വർണമായാലും വർണ്ണം വേണം, ചത്തുകിടന്നാലും ചമഞ്ഞു കിടക്കണം. 10. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2008, 2018, 2020, 2021. 11. റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം? 1970, 1971, 1972, 1973. 12. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ജനുവരി 2, ജനുവരി 3, ഫെബ്രുവരി 2, ഫെബ്രുവരി 4. 13. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന,
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 2. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ കൃഷി വകുപ്പ് മന്ത്രിയാണ്. 3. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 4. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഓപ്ഷൻ നോക്കിയിട്ട് തെറ്റായ ഉത്തരം ഏതാണെന്ന് കണ്ടെത്തുക. തെറ്റായ ഓപ്ഷൻ. 14. കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏതാണെന്ന് കണ്ടെത്തുക. 1920, 1922, 1924, 2018. 15. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തം ഏതാണെന്ന് കണ്ടെത്തുക. ഇടിമിന്നൽ, സുനാമി, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നേ 15 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ആന്റിജനുകൾ ഇല്ലാത്ത ഒരു രക്തഗ്രൂപ്പ് ചില സന്ദർഭങ്ങളിൽ രക്തനിവേശനത്തിനായി ഉപയോഗിക്കാറുണ്ട്. രക്തഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടെത്തുക. ബി ആണ് O നെഗറ്റീവ്. 2. കാലോസ് എന്ന രാസഘടകവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. എ ആണ് കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കളെ തടയുന്നു. 3. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരീരത്തിലെ പ്രത്യേക പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തുക. ആന്റിജനുകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു. അതും പിന്നെ 3 ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. 1ഉം 3ഉം ആണ് കറക്റ്റ്. സി 1ഉം 3ഉം മാത്രം. 4. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണെന്ന് കണ്ടെത്തുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സി ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. 5. കാനന ചന്ദ്രിക എന്ന ശൈലിയുടെ ആശയം. കാനന ചന്ദ്രിക എന്ന ശൈലിയുടെ ആശയം ബി ഉപയോഗശൂന്യമായത്. 6. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി ഏത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്? ചെണ്ട കൊട്ടിക്കുക എന്നാൽ അപമാനിക്കുക. സി. 7. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഏത്? ധനാശി പാടുക എ അവസാനിക്കുക എന്നാണ് അർത്ഥം. 8. താഴെ പറയുന്ന പഴഞ്ചൊല്ലിന്റെ സാരസ്യം എന്ത്? പഴഞ്ചൊല്ല് ഇതാണ്: മുറിവൈദ്യൻ ആളെ കൊല്ലും, എന്നാൽ അല്പജ്ഞാനം ആപത്താണ് എന്നാണ് അർത്ഥം. അല്പജ്ഞാനം ആപത്താണ്. 9. ബാഹ്യാലങ്കാരത്തിന്റെ ആവശ്യകത ധ്വനിപ്പിക്കുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഡി ആണ് ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം. 10. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? എ 2008 നിലവിൽ വന്നത്. 11. റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം. റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത് ബി 1971. 12. ലോക തണ്ണീർത്തട ദിനം എന്ന്? ലോക തണ്ണീർത്തട ദിനം സി ഫെബ്രുവരി മാസം 2 ഫെബ്രുവരി 2. 13. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ബി ആണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. അതാണ് ശരി. ഇവിടെ കൃഷി വകുപ്പ് എന്നാണ് തന്നേക്കുന്നത്. തെറ്റാണ്. 14. കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏതാണ്? സി 1924, 1099. അതാണ് 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. 1924 നടന്നത്. ഇനി 15-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തം ഏതാണെന്ന് കണ്ടെത്തുക. ഡി ആണ് ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടൽ. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു ചോദ്യങ്ങൾ. 15 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക. ഏതെങ്കിലും പോർഷൻ പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ എടുത്ത് റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കാം. അപ്പോൾ വീണ്ടും കാണാം.